UGC നെറ്റ് പേപ്പർ 2-ലെ യൂണിറ്റ് 1 ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. വാട്ട് ഈസ് ബിസിനസ് എൻവയോൺമെൻറ്റ്? It is the combination of internal and external factors that influence a company's operation. ഒരു കമ്പനിയുടെ ഓപ്പറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എന്താണ്? എല്ലാ ഇവൻറ്റ്സും, ഓൾ ഇവൻറ്റ്സ്, കണ്ടീഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ദാറ്റ് സറൗണ്ട് ആൻഡ് അഫക്റ്റ് ദ ബിസിനസ്. ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഇവൻറ്റ്സ്, കണ്ടീഷൻസ്, ഇൻഫ്ലുവൻസസ്, ഇതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇതിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ ഓർഗനൈസേഷൻ ദാറ്റ് എഫക്റ്റ് ഇസ് ഓപ്പറേഷൻ. അതായത് ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഓപ്പറേഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് കൺട്രോളബിൾ ബൈ മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിന് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അതിൽ വരുന്നതാണ് വാല്യൂ സിസ്റ്റം. അതായത് ഒരു കമ്പനിയുടെ ബിലീഫ്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് വാല്യൂ സിസ്റ്റം. ദെൻ മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് കേട്ട് പരിചയമുള്ള ടേംസാണ് മിഷൻ, വിഷൻ, ഒബ്ജക്റ്റീവ്സ്. മിഷൻ എന്ന് പറയുമ്പോൾ ആ കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വിഷൻ എന്ന് പറഞ്ഞാൽ ആ കമ്പനി ലോങ് ടേമിൽ എന്തൊക്കെ ഗോൾസാണ് അച്ചീവ് ചെയ്യുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ഗോൾസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ ആൻഡ് നേച്ചർ, ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെൻറ്റ് സ്ട്രക്ചർ ഡീസെൻട്രലൈസ്ഡ് ആണോ സെൻട്രലൈസ്ഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻറ്റേർണൽ പവർ ആൻഡ് റിലേഷൻഷിപ്പ്, അവിടെയുള്ള വർക്കേഴ്സ്, മാനേജ്മെൻറ്റ്, അവരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവരുടെ ആ റിലേഷൻഷിപ്പ് ഈ ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഹ്യൂമൻ റിസോഴ്സസ്. നമുക്കറിയാം ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയ ഫാക്ടേഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മൊറാലെ, അതേപോലെ തന്നെ അവരുടെ സ്കിൽ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ആ ഒരു ഓർഗനൈസേഷനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കും. ദെൻ കമ്പനി ഇമേജ് ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി. ആ കമ്പനിയുടെ വെൽ ഇമേജ്, ആ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്